അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു സലഫിയുടെ വലിയൊരു വെല്ലുവിളി കേൾക്കാം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കാമോ ഇല്ലെന്ന് ഒരുപാട് ആളുകൾ എന്നോട് മെസ്സേജ് അയച്ചിരുന്നു. ഖുർആനിലെ 10-ാം അധ്യായം സൂറത്ത് യൂനുസിലെ 58-ാം വചനത്തിലൂടെ വ്യക്തമായി അല്ലാഹു തആല പറയുന്നു, ഈ അങ്ങ് പറയുക അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ടും റഹ്മത്ത് കൊണ്ടും നിങ്ങൾ സന്തോഷിക്കുക, അതാണ് മറ്റെന്തിനേക്കാളും നിങ്ങൾക്ക് ഖൈർ. ആ ആയത്തിന്റെ ഒരുപാട് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും. ആ റഹ്മത്ത് എന്നാൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നിങ്ങൾ ഓതിയല്ലോ സൂറത്ത് യൂനുസിലെ 58-ാമത്തെ ആയത്ത്. ആ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തുള്ള ഏതെങ്കിലും പ്രാമാണികരായ മുഫസ്സിറുകൾ റബീഉൽ അവ്വൽ മാസത്തിന്റെ 12-ാം തീയതിക്ക് പ്രത്യേകമായ മതമഹത്വം നൽകി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും ഒക്കെ സംഘടിപ്പിക്കാൻ ഈ ആയത്ത് തെളിവാണ് എന്ന് ഏതെങ്കിലും പ്രാമാണികരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇതെന്റെ വെല്ലുവിളിയാണ്. കേട്ടല്ലോ. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. ഈ ആയത്ത് നബിദിനാഘോഷത്തിന് രേഖയാക്കിയ ഒരു പണ്ഡിതനും ഇല്ല എന്നാണ് മൗലവി പറയുന്നത്. അങ്ങനെ വല്ല പണ്ഡിതരും ഉണ്ടെങ്കിൽ കൊണ്ടുവരൂ എന്നാണ് വെല്ലുവിളി. ഇൻഷാ അല്ലാഹ് ആ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കുകയാണ്. എന്റെ കയ്യിലുള്ളത് പ്രശസ്ത പണ്ഡിതനായ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ളയുടെ പ്രമുഖ ശിഷ്യനായ അൽ ഹാഫിദ് ഇബ്രാഹിമുൻ നാജി റഹിമഹുള്ളയുടെ കൻസുൽ റാഗിബീൻ അൽ വഫാത്ത് എന്ന കിതാബാണ്. ഇതിന്റെ 36-ാമത്തെ പേജിൽ കാണാം, വതബറകു ബിവിലാദതിഹി, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് നിങ്ങൾ ബറക്കത്ത് എടുക്കുകയും വഫ്റഹു ബിഹാ, അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കുകയും ചെയ്യുകയും. എന്താണ് തെളിവ്? വസ്മഉ ഖൗല റബ്ബിക്കും ഇൻ കുൻതും തസ്മഊൻ, അല്ലാഹുവിന്റെ ഖൗല് നിങ്ങൾ കേൾക്കുകയും കേൾക്കാൻ സാധിക്കുമെങ്കിൽ. എന്താ തെളിവ്? ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. അപ്പൊ ഈ ആയത്ത് നബിദിനാഘോഷത്തിന് കൃത്യമായ രേഖയാണ്, തെളിവാണ്, പ്രമാണമാണ് എന്ന് ഹാഫിദ് ഇബ്രാഹിമുൻ നാജി റഹിമഹുല്ലാഹ് കൃത്യമായി തന്നെ പഠിപ്പിക്കുന്നു. ഇനി മൗലവിക്ക് മറ്റൊരു ആശങ്കയുണ്ട്. അവിടെ സന്തോഷിക്കുക എന്ന് പറഞ്ഞ നബിയെ കൊണ്ട് തന്നെയാണെന്ന് വിചാരിക്കുക. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു, ഈ ആയത്തിലെ റഹ്മത്ത് കൊണ്ടുള്ള ഉദ്ദേശം മുഹമ്മദ് നബി ആണെങ്കിൽ തന്നെയും എന്ന് പറഞ്ഞുകൊണ്ട് ആശങ്കപ്പെടുകയാണ്. ആശങ്കപ്പെടേണ്ടതില്ല. ആ റഹ്മത്ത് കൊണ്ടുള്ള ഉദ്ദേശം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ് എന്ന് റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് തങ്ങൾ രേഖപ്പെടുത്തിയതായി ഇമാം സുയൂത്തി റഹിമഹുല്ലാ അവിടുത്തെ ദുർറുൽ മൻസൂറിലും, അതുപോലെ തന്നെ ആലൂസി റഹിമഹുല്ലാ അവിടുത്തെ റൂഹുൽ മആനിയിലും, അതുപോലെ തന്നെ ഇമാം അബൂ ഹയ്യാൻ തങ്ങള് ബഹ്റുൽ മുഹയ്യിത്തിലും രേഖപ്പെടുത്തുന്നുണ്ട്. എന്തിലേറെ റഷീദ് റിള തന്നെ പറയുന്നു ആ തഫ്സീർ സ്വഹീഹാണ് എന്ന്. ചുരുക്കത്തിൽ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു എന്ന ഈ ആയത്തിന്റെ പരിധിയിൽ നബിദിനാഘോഷം പെടുമെന്ന് സ്ഥിരപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. റബീഉൽ അവ്വൽ മാസത്തിൽ നടക്കുന്ന സന്തോഷ പ്രകടനങ്ങൾ ഈ ആയത്തിന്റെ പരിധിയിൽ പെടുകയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളാണ് അതിന് തെളിവ് കൊണ്ടുവരേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു പണ്ഡിതൻ റബീഉൽ അവ്വൽ മാസത്തിൽ നടക്കുന്ന സന്തോഷ പ്രകടനങ്ങൾ ഈ ആയത്തിന്റെ പരിധിയിൽ പെടുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ?